നമസ്കാരം. പ്രസവത്തെപ്പറ്റിയുള്ള നമ്മുടെ ധാരണകളൊക്കെ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഒരു ക്ലോക്കിലെ സൂചി നീങ്ങുന്നത് പോലെ കൃത്യം സമയത്തിനനുസരിച്ച് പ്രസവം നടക്കണമെന്നായിരുന്നു ചിന്ത. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഓരോ സ്ത്രീയുടെയും ശരീരത്തെയും സാഹചര്യങ്ങളെയും പരിഗണിക്കുന്ന ഒരു പുതിയ രീതിയാണ് ഇന്നുള്ളത്. ഈ വലിയ മാറ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് സ്വയം ചോദിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, അല്ലേ? എൻ്റെ ലേബർ കറക്റ്റ് സ്പീഡിലാണോ പോകുന്നത്? ഈ ഒരൊറ്റ ചോദ്യം മതി ഒരുപാട് ടെൻഷൻ അടിക്കാൻ. പക്ഷെ ഒരു സംശയം, ഈ വേഗതയൊക്കെ അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ പഴയ രീതികൾ ശരിയാണോ? വാ, നമുക്കതൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ കാലഹരണപ്പെട്ടു പോയ പഴയ രീതിയെപ്പറ്റി തന്നെ സംസാരിക്കാം. മണിക്കൂറിൽ 1 സെന്റിമീറ്റർ ഗർഭാശയമുഖം വികസിക്കണമെന്നൊക്കെ പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നില്ലേ? അത് എന്തുകൊണ്ടാണ് ഇന്ന് ഒരു പഴഞ്ചൻ ഏർപ്പാടായി മാറിയത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇത് നോക്കൂ. ഈ പഴയ രീതിയും പുതിയ രീതിയും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും, അല്ലേ? പഴയ രീതിയെന്ന് പറഞ്ഞാലേ എല്ലാവർക്കും ഒരേ നിയമം, ഭയങ്കര സ്ട്രിക്റ്റ്. പക്ഷെ പുതിയ രീതിയോ? അത് പറയുന്നത് ഓരോ പ്രസവവും വ്യത്യസ്തമാണ്, ഓരോരുത്തർക്കും അതിൻ്റേതായ ഒരു യുണീക്നെസ് ഉണ്ടെന്നാണ്. ഈ പഴയ നിയമത്തിനൊരു ബേസ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഫ്രീഡ്മാൻസ് കർവ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് 1950കളിലെ ഡേറ്റ വെച്ചുണ്ടാക്കിയതാ. അതായത് ഏകദേശം 70 കൊല്ലം മുൻപത്തെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അന്ന് ചിലപ്പോൾ അത് ശരിയായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോഴോ? മെഡിക്കൽ സയൻസ് എത്രമാത്രം മുന്നോട്ട് പോയി, നമ്മുടെ അറിവുകളും എത്രയോ മാറി. ശരി, അപ്പോൾ ഈ പഴയ രീതി പിന്തുടർന്നാൽ എന്താണ് കുഴപ്പം? അതാണ് അടുത്ത ചോദ്യം. പ്രസവം സ്ലോ ആണ്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വേഗതയില്ല എന്നൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ അനാവശ്യമായ ചില ഇടപെടലുകൾ തുടങ്ങും. ഇതിനൊരു പേരുണ്ട്, ഒബ്സ്റ്ററ്റിക് റഷ്. സിമ്പിളായി പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ തിടുക്കം കൂട്ടുന്നൊരവസ്ഥ. ഇതൊരു ഡോമിനോ എഫക്റ്റ് പോലെയാണ് ശരിക്കും. ആ ഒരു ഗ്രാഫിലെ വര, ആ ആക്ഷൻ ലൈൻ കടന്നൊന്ന് കണ്ടാൽ മതി. പിന്നെ ഒന്നിനു പുറകെ ഒന്നായി ഓരോ ഇടപെടലുകൾ വരും. നോർമലായിട്ട് നടക്കേണ്ട ഒരു പ്രസവം പോലും ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി പോവും. അപ്പോൾ പിന്നെന്താ ഇതിനൊരു പരിഹാരം? ഭാഗ്യത്തിന് നമുക്കൊരു സൊല്യൂഷനുണ്ട്. ലോകാരോഗ്യ സംഘടന, അതായത് WHO തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ലേബർ കെയർ ഗൈഡ്. ഇതാണ് ആധുനിക വഴികാട്ടി. ഏറ്റവും പുതിയ പഠനങ്ങളെല്ലാം അടിസ്ഥാനമാക്കിയുള്ള അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ സുരക്ഷിതമായ ഒരു പുതിയ അപ്രോച്ച്. ഈ ഒരു വാചകം മാത്രം മതി ഈ പുതിയ രീതിയുടെ ഫിലോസഫി മുഴുവൻ മനസ്സിലാക്കാൻ. സമയം വേഗത്തിലാക്കുന്നതിൽ നിന്ന് സുഖവിവരം നിരീക്ഷിക്കുന്നതിലേക്ക് നമ്മൾ മാറി. ക്ലോക്കിലേക്ക് നോക്കി പേടിപ്പിക്കുന്നതിനു പകരം ആ യാത്രയുടെ നീളം അമ്മയും കുഞ്ഞും ഓക്കെയാണോ, അവർ കംഫർട്ടബിളാണോ എന്ന് ഉറപ്പുവരുത്തുക. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഈ പുതിയ രീതി എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ വെറുതെ സമയം മാത്രം നോക്കിയിരിക്കുകയല്ല ചെയ്യുന്നത്. പകരം 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിക്കും. ഇതിനെ നമുക്ക് ഈ പുതിയ പരിചരണ രീതിയുടെ 4 തൂണുകളെന്ന് തന്നെ പറയാം. ഈ 4 തൂണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ്. അതിന് കുഞ്ഞിന്റെ ശബ്ദം എന്നാണ് പറയുന്നത്. രണ്ടാമത് പ്രസവത്തിന്റെ പുരോഗതി. മൂന്നാമത് വരുന്ന കോൺട്രാക്ഷനുകളുടെ ക്വാളിറ്റി, അതായത് ഈ യാത്രയുടെ എൻജിൻ. പിന്നെ നാലാമത്തേത്, ഒരു പക്ഷേ ഏറ്റവും പ്രധാനം, അമ്മയുടെ ആരോഗ്യം. കാരണം ഈ യാത്രയുടെ ക്യാപ്റ്റൻ അമ്മ തന്നെയല്ലേ. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ശരിയായൊരു പിക്ചർ കിട്ടുന്നത്. ഇനി ആ രണ്ടാമത്തെ തൂണിനെപ്പറ്റി ഒരു കാര്യം പ്രത്യേകം പറയണം. പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സെർവിക്സ് എത്ര സെന്റിമീറ്റർ തുറന്നു എന്നല്ലേ. പക്ഷെ അത് മാത്രമല്ല കാര്യം. കുഞ്ഞ് താഴേക്കിറങ്ങി വരുന്നതും, അതായത് ഡിസെന്റ്, പുരോഗതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ചിലപ്പോൾ സെർവിക്സ് കൂടുതൽ തുറന്നില്ലെങ്കിലും കുഞ്ഞ് പതിയെ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അതും നല്ലൊരു സൈനാണ്. ആ 4ാമത്തെ തൂണുണ്ടല്ലോ, അമ്മയുടെ ആരോഗ്യം. അതിൽ വരുന്ന ഒരു കാര്യം ശരിക്കും ഒരു വിപ്ലവം തന്നെയാണ്. അമ്മയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക എന്നത്. ഇഷ്ടമുള്ള ഒരാളെ കൂടെ നിർത്താനുള്ള അവകാശം, എഴുന്നേറ്റ് നടക്കാനും ഇഷ്ടമുള്ള പൊസിഷനിലിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത്, ഇതെല്ലാം പ്രസവം എളുപ്പമാക്കാൻ അത്യാവശ്യമാണ്. ഓർക്കുക, ഇത് വെറുമൊരു സൗകര്യമല്ല, ഇതൊരു മെഡിക്കൽ ആവശ്യകതയാണ്. ശരി, അപ്പോൾ അടുത്തതായി നമുക്ക് പ്രസവത്തെപ്പറ്റിയുള്ള കുറച്ച് കോമൺ തെറ്റിദ്ധാരണകൾ അങ്ങ് പൊളിച്ചെടുക്കാം. ഈ പുതിയ അറിവുകൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ധൈര്യവും കോൺഫിഡൻസും തരും, അതുറപ്പാണ്. ആദ്യത്തെ തെറ്റിദ്ധാരണ, പ്രസവവേദന വന്നാൽ ബെഡിൽ മലർന്ന് കിടക്കണം. നമ്മൾ സിനിമയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു സീനാണിത്, അല്ലേ? പക്ഷേ സത്യം അതല്ല. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, മലർന്ന് കിടക്കുന്നത് ചിലപ്പോൾ കുഞ്ഞിന് കിട്ടുന്ന ഓക്സിജന്റെ അളവ് കുറയ്ക്കാൻ വരെ കാരണമായേക്കാം. നേരെ മറിച്ച് എഴുന്നേറ്റ് നിൽക്കുകയോ ഇരിക്കുകയോ അല്ലെങ്കിൽ മെല്ലെ നടക്കുകയോ ചെയ്യുന്നത് ഗ്രാവിറ്റിയെ നമ്മുടെ കൂടെ കൂട്ടുന്നതുപോലെയാണ്. അത് കുഞ്ഞിന് താഴേക്ക് വരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത മിഥ്യാധാരണ, 8 മണിക്കൂറിൽ കൂടുതൽ എടുത്താൽ എൻ്റെ പ്രസവം നിന്നുപോയി എന്നുള്ള ആ പേടി.
ആ പഴയ രീതിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതായിരുന്നു, മണിക്കൂറുകൾ എണ്ണി ടെൻഷൻ അടിക്കുന്ന അവസ്ഥ. പക്ഷെ ശരിക്കുള്ള കാര്യം എന്താണെന്നറിയോ? ആദ്യമായി പ്രസവിക്കുന്ന ഒരാൾക്ക് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നിടത്തോളം കാലം 12 മണിക്കൂറോ അതിൽ കൂടുതലോ ലേബർ നീണ്ടുപോകുന്നത് തികച്ചും നോർമലാണ്. അപ്പോൾ ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: പ്രധാനം സമയമല്ല, അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യമാണ്. ഓരോ പ്രസവത്തിനും അതിൻ്റേതായ ഒരു താളമുണ്ട്. ക്ലോക്കിലേക്ക് നോക്കി പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഒരു സംശയം വരാം. ഇങ്ങനെയൊക്കെ ക്ഷമയോടെ കാത്തിരിക്കാമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്തു ചെയ്യും? വെറുതെ നോക്കി നിൽക്കുമോ? ഒരിക്കലുമില്ല. ഈ പുതിയ രീതിക്ക് വളരെ കൃത്യമായ ഒരു സേഫ്റ്റി നെറ്റുണ്ട്. എപ്പോഴാണ് ശരിക്കും ഒരു മെഡിക്കൽ ഇടപെടൽ വേണ്ടിവരുന്നത് എന്ന് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഉദാഹരണത്തിന്, കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിൽ കാര്യമായ വ്യത്യാസങ്ങൾ കാണുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് പനി വരിക, അതുപോലെ യഥാർത്ഥത്തിലുള്ള എന്തെങ്കിലും അപകടസൂചനകൾ കണ്ടാൽ ഒരു നിമിഷം പോലും വൈകില്ല, അപ്പോൾ തന്നെ വേണ്ട നടപടികളെടുക്കും. അപ്പോൾ ഈ പുതിയ രീതി എന്ന് പറയുന്നത് ഒരേ സമയം ക്ഷമയും സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കുന്നൊന്നാണ്. അവസാനമായി ഡോക്ടർ പ്രശാന്തിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം കിട്ടുമല്ലേ? പ്രസവം ഒരു സ്പ്രിന്റല്ല, മാരത്തണാണ്. ഓരോ കിലോമീറ്ററിലും നിങ്ങളെ കൈപിടിച്ച് നടത്താനും ഞങ്ങളിവിടെയുണ്ട്. ശരിക്കും പ്രസവം ഒരു 100 മീറ്റർ ഓട്ടമത്സരമല്ല, അതൊരു മാരത്തണാണ്. അതുകൊണ്ട് ആ ക്ലോക്കിലേക്ക് നോക്കി പേടിക്കാതെ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ കുഞ്ഞിലും വിശ്വസിക്കുക. ഓർക്കുക, ഓരോ അടിയിലും ശരിയായ പിന്തുണയുണ്ടെങ്കിൽ ഈ മനോഹരമായ യാത്ര നിങ്ങൾക്ക് ധൈര്യത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കും.